ഇംഗ്ലീഷ് എക്സാമിന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? ബേസിക് പ്ലാൻ എന്താണ്? നിങ്ങളുടെ സ്റ്റഡീസ് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഏത് ലെവലിലാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കിയാലോ. അപ്പോൾ ഇംഗ്ലീഷ് എക്സാമിന് ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ് പ്ലാൻ. ചാപ്റ്റേഴ്സ് ഉണ്ട്, അതുപോലെ ഡിസ്കോഴ്സ് അല്ലെങ്കിൽ റൈറ്റിംഗ് സെക്ഷൻ ഉണ്ട്, ദെൻ ഗ്രാമർ ഉണ്ട്. ഇങ്ങനെ 3 കാര്യങ്ങളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇതിൽ ഫസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും മേജർ ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്ന പോർഷൻ എന്ന് പറയുന്ന ചാപ്റ്റേഴ്സ് തന്നെയാണ്. ഇതിൽ പ്രോസും വേഴ്സും ഉണ്ട്, അതായത് പോയിന്റ്സ് ഉണ്ട്, സ്റ്റോറീസും പഠിക്കാനുണ്ടായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കണം, നിങ്ങൾ വായിച്ചിരിക്കണം എന്നുള്ളത് ബേസിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് അതിൻ്റെ സമ്മറി ആയിട്ട് ഷോർട്ട് പോയിന്റ്സ് ആയിട്ട് പഠിച്ചു വെക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് സമ്മറി ഒക്കെ പറയാൻ കിട്ടുന്നുണ്ട്, എഴുതാൻ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ലെവൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും ഫസ്റ്റ് ലെവൽ, പ്രൈമറി ലെവലാണ്. അത് അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ ഈസിയാണ്. ഇനി നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. നമുക്ക് റൈറ്റിംഗ് സെക്ഷനാണ് അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. റൈറ്റിംഗ് സെക്ഷനിൽ നിങ്ങൾ എല്ലാ റൈറ്റിൻ്റെയും, അതായത് ലെറ്റർ ആവട്ടെ, ഡയറി ആവട്ടെ, തോട്ട്സ് ആവട്ടെ, എല്ലാത്തിൻ്റെയും ഫോമാറ്റ് ഉണ്ടെങ്കിൽ ഫോമാറ്റ് പഠിച്ചു വെച്ച് കഴിഞ്ഞുവെങ്കിൽ നിങ്ങൾ അടുത്ത ലെവലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സമ്മറി അല്ലെങ്കിൽ ഷോർട്ട് പോയിന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ കിട്ടുന്ന കാര്യങ്ങളുണ്ട്. അത് ഈ ഫോമാറ്റും കൂടെ വെച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് റൈറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു എക്സാം എന്തായാലും സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും, നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നിങ്ങളുടെ സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നത് റൈറ്റിംഗ് സെക്ഷൻ തന്നെയാണ്. ഓക്കെ, ഇനി തേർഡ് സെക്ഷൻ എന്ന് പറയുന്നത് ഗ്രാമറാണ്. ഗ്രാമർ അധികം അങ്ങോട്ട് മാർക്ക് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ നല്ല മാർക്കിനെ ഒരു ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യത എന്തിനുണ്ട്? ഗ്രാമർ സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഗ്രാമർ സെക്ഷൻ കൃത്യമായിട്ട് ഏതൊക്കെ പോർഷൻസ് ആണ്, നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്സ് ആണ് പഠിക്കാനുള്ളത് എന്നുള്ളത് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാക്കി വെക്കുക. അത് നമ്മൾ വർക്ക്ഔട്ട് ചെയ്താൽ മാത്രമേ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ 3 സെക്ഷനായിട്ട് നിങ്ങളുടെ ഇംഗ്ലീഷ് എക്സാമിനെ തിരിച്ച് പഠിക്കുക എന്നുള്ളതാണ് ബേസിക് പ്ലാൻ. അപ്പോൾ നിങ്ങളുടെ സ്റ്റഡീസ് അനുസരിച്ച് നിങ്ങൾ ഏത് ലെവലിലാണ് നിൽക്കുന്നത്? ചാപ്റ്റേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ റൈറ്റിംഗും കൂടെ പഠിച്ചു കഴിഞ്ഞോ, ഗ്രാമർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഈ ഷോർട്സിന് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഷോർട്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക.